എന്താണ് ഇങ്ങനെ? എന്തിനാണ് ഈ കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് ഇങ്ങനെ നീറി കരയുന്നത്? ജീവിതത്തിൽ എന്തോരം അനുഭവങ്ങൾ കടന്നുപോയി. ഇതും അതുപോലെ കടന്നു പോയില്ലേ? നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുമ്പോ, ചങ്ക് പടയുമ്പോ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാണ് ദോഷം. സമാധാനിക്കേ, സമാധാനിക്കേ. ഇത് പറ്റിപ്പോയി, ജീവിതമാണ്. ഇത് മാത്രമല്ല, ഇനി എന്തോരം പറ്റാനുണ്ട് അല്ലേ? നമ്മൾ എത്രയോരം പറ്റി, എത്രയോ അനുഭവങ്ങൾ നമ്മൾ കടന്നു ഇല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തുണ്ടെന്നാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സങ്കടം. സ്വാഭാവികമായിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ മനസ്സ് കൊണ്ടുവന്നെത്തിയത്, അല്ലെങ്കിൽ എത്തിച്ചത്. നിങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. എനിക്ക് മനസ്സിലാവും എന്ന് കരുതി നിങ്ങളുടെ വിലപ്പെട്ട സമയം, തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയം. നിങ്ങളീ കരഞ്ഞു തീർക്കുന്ന, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന, നിങ്ങളാകെ വല്ലാതൊരിടത്തേക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, തിരിച്ചു കിട്ടത്തില്ല. അതിനെന്തോരം വിലയുണ്ടെന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? പോട്ടെ, നിങ്ങളുടെ കൂടെ കരയാൻ ആരും വരില്ല. നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരുമെന്ന് കവി പോലും എഴുതിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് കൂടെ നിൽക്കും. നിങ്ങൾ കരയുമ്പോൾ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല, ഒരാളും കൂടെ കാണില്ല പ്രിയപ്പെട്ടവർ. ഇനി നിങ്ങളിരുന്ന് കരഞ്ഞാൽ ആരോഗ്യം ആലോചിക്കുക, ആരോഗ്യം പോയി, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. പിന്നെ അത് ഡിപ്രഷനായി, ഇതായി മരുന്ന് കഴിക്കണം. എന്തിന്? നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ പറ്റുമേ? നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇതിന് ഈസി ആയിട്ട് കയറി വരും. നിങ്ങളത് വിചാരിക്കണം എന്നതേ ഉള്ളൂ. വിചാരിക്കാൻ ഒരാളുടെ പുഷ് വേണം. ഞാൻ എന്താ പറഞ്ഞു? നിങ്ങളൊന്ന് കയറി വാ, നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തളർന്നിട്ടില്ല, നിങ്ങൾ തകർന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കുക. ഭാവി നിങ്ങളുടേതാണെന്ന് എഴുതി വെക്കും. നിങ്ങൾ ഈ ലോകത്ത് വിജയിച്ചു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ വലിയ മഹാന്മാരായ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിച്ച, അല്ലെങ്കിൽ ഏത് മേഖലയിലും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു 90% ആൾക്കാരെ പരിശോധിച്ചാലും അവരൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ അനുഭവിക്കുന്ന ഇതേപോലെയുള്ള ഒത്തിരിയേറെ വ്യഥകൾ കടന്ന് കയറി വന്നവരാണ്. പറ്റുവാണ്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കുള്ള വിശ്വാസം എന്താ? നിങ്ങൾക്കില്ലാത്ത ഈസി, കൂൾ, റിലാക്സ്. നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. പറ്റട്ടെ. നിങ്ങൾ വിജയിക്കും. വിജയിക്കട്ടെ. വരക്കട്ടെ.